ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു വ്ളോഗ് വന്നിട്ട് നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇതിപ്പോൾ തലേദിവസത്തെ പാക്കിങ്ങും അതുപോലെ ഫ്രണ്ട്സൊക്കെ വന്നതും അങ്ങനെ തലേദിവസത്തെ പാക്കിങ്ങും മുതൽ നാട്ടിലെത്തിയത് വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അതുപോലെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് കൂടി ചെയ്യണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വ്ളോഗിൽ കാണാം. അങ്ങനെ പിന്നെ നാട്ടിൽ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. തലേ ദിവസം വൈകുന്നേരം മുതലാണ്. ഈ ഒരു ടൈം വരെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തായിരുന്നു, മൊത്തത്തിൽ ബിസി ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഷോപ്പിംഗ് ബ്ലോഗിൽ പറഞ്ഞിരുന്നല്ലോ, കാണിച്ചിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എല്ലാ ഐറ്റംസുകളും ഹോളിൽ കൊടുന്ന് വെച്ചിരിക്കണം. എന്നാൽ പിന്നെ നമ്മൾ മറക്കില്ല, എല്ലാം പാക്ക് ചെയ്യാലോ ഒന്നിച്ചതെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ മൊത്തത്തിലെടുത്തിട്ട് പെട്ടിയിലൊക്കെ വെക്കാനും അങ്ങനെ എല്ലാ പണികളും ഉണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ എൻ്റെ കബോർഡിലുള്ള ഡ്രസ്സ് ഐറ്റംസുകളും അങ്ങനെ ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ ചെയ്യേണ്ട പണികളാണ്, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു പോണ ടൈമിലാണ് കേട്ടോ എല്ലാം കൂടി നോക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ചേ കൊണ്ടുപോകുന്നുള്ളൂ, ഒരുപാടൊന്നും കൊണ്ടുപോകുന്നില്ല. എല്ലാം കൂടി കൊണ്ടുപോയിട്ട് ആകെ 2 മാസത്തിനല്ലേ പോകുന്നത്, അപ്പോൾ ഒരുപാട് അങ്ങനെ കൊണ്ടുപോകണ്ടല്ലോ വെച്ചിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിങ്ങനെ കുറച്ച് വാങ്ങിയതും അതുപോലെ പിന്നെ കബോർഡിലുള്ള മുന്നത്തെ ഡ്രസ്സുകളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് എൻ്റെ ഫാൻസി ഐറ്റംസുകളൊക്കെ എടുക്കുന്നുണ്ട്. വള, കമ്മൽ അങ്ങനത്തെ ഒക്കെ ഐറ്റംസുകളും എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പെട്ടിക്കൊന്ന് നല്ലോണം റാപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇതിപ്പോൾ അതിനിടയിലായിട്ട് കുഞ്ഞാൻ്റെ 2 ഫ്രണ്ട്സുകളും വന്നിരുന്നിട്ട് ഓരോന്നും കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു നാട്ടിൽ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ആയിട്ട് വന്നതായിരുന്നു. ഇനിയിപ്പോൾ മൊത്തത്തിൽ റാപ്പ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് പെട്ടികൾ. അങ്ങനെ പിന്നെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു സീനും ഹൈഷുവിൻ്റെ ഉമ്മയും അങ്ങനെ ഓരെല്ലാവരും കൂടി വന്നത്. ഹൈഷുവിൻ്റെ ഉമ്മ പിന്നെ നാട്ടിൽ നിന്ന് 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്. ഞങ്ങൾ നാട്ടിൽ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഉമ്മാനെയും കാണാനായിട്ട് പറ്റി. അങ്ങനെ ഞങ്ങൾക്കാണെങ്കിലും പിന്നെ അങ്ങോട്ട് പോകാനായിട്ടും ഒന്നും പിന്നെ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഉമ്മാനെ കാണാനൊന്നും. അങ്ങനെ പിന്നെ ഓരൊക്കെ ഇങ്ങോട്ട് വന്നതാണ്. വന്ന് പിന്നെ കുറച്ച് ടൈമൊക്കെ ഇരുന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ പിന്നെ അങ്ങനെ പോകലാണ്. ഓവർ ടൈം അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും തന്നെ പിന്നെ രാവിലെ എയർപോർട്ടിലൊക്കെ പോകാനുള്ളതാണല്ലോ, അപ്പോൾ പിന്നെ ഓവർ ടൈം അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല. കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ പോകலாம். ശരി, ഓക്കെ, ബൈ ബൈ. ഇനിയിപ്പോൾ വാട്സപ്പിലൊന്നും പറയണ്ടല്ലോ. ശരി എന്നാ ഓക്കെ. ഇത് പിന്നെ പിറ്റേ ദിവസമാണ്, എയർപോർട്ടിലൊക്കെ പോകുന്ന ഒരു ദിവസമാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ ടൈം 6:30 കഴിക്കണ. എയർപോർട്ടിൽ പോകാനായിട്ട് 8:30 കണ്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് ടൈമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കുറച്ച് ടൈം അങ്ങനെ പുറത്തൊക്കെ നോക്കി നിൽക്കലായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നാട്ടിൽ പോയി വന്നെങ്കിലേ ഇനിയിപ്പോൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് ടൈം അങ്ങനെയൊക്കെ നിൽക്കലായിരുന്നു. പിന്നെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനും ഇല്ലായിരുന്നു. എന്തെങ്കിലും കട്ടൻ ചായയും പിന്നെ ലഘുവായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ വെച്ചിട്ട് ക്രീം ബണ്ണോ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഹെവി ആയിട്ടൊന്നും ഈ ഒരു ടൈമിൽ കഴിക്കലും ഉണ്ടാവില്ല. പിന്നെ മക്കൾക്കാണെങ്കിലും അതേപോലെ തന്നെ പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക വെച്ചിട്ട്. പിന്നെ തലേ ദിവസം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു പരിപാടി ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ 4 ആളെ പാസ്പോർട്ടും ടിക്കറ്റും അതുപോലെ ID കാർഡും അങ്ങനെ എല്ലതും ഇങ്ങനെ ഒരു ഫയലിലാക്കിയിട്ട് വെക്കലായിരുന്നു. എന്നാൽ പിന്നെ എയർപോർട്ടിൽ നിന്നാണെങ്കിലും നമുക്കിങ്ങനെ ഓരോന്നിച്ചങ്ങനെ എടുക്കണ്ടല്ലോ വെച്ചിട്ട് ഫയലിലാക്കി വെച്ചാൽ പിന്നെ അവിടെ സേഫായിട്ടുണ്ടാവുകയും അങ്ങനെ എല്ലാം കൂടി ഇതിലിട്ട് വെക്കലായിരുന്നു കേട്ടോ. എല്ലാവരും എടുത്തിക്കണമെന്നൊക്കെ ഒരു ഉറപ്പ് വരുത്തലായിരുന്നു. അതൊക്കെ തലേ ദിവസം എടുത്ത് വെച്ചത് തന്നെയാണ്. എന്നാലും എല്ലതും ഉണ്ടോ എന്നൊക്കെ ഒരു ഉറപ്പ് വരുത്താനായിട്ട് രാവിലെ എടുത്തിട്ട് നോക്കലായിരുന്നു.
അപ്പോൾ ഇതാ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇറങ്ങാനായിട്ട് പോകലാണ്. ഇപ്പോൾ ഇതാ ടൈം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാണ്. അങ്ങനെ ഇതാ പിന്നെ റൂമിൽ വന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ റൂമിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടോ വെച്ചിട്ടൊക്കെ മൊത്തത്തിലൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഇതാ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഡോറൊക്കെ ക്ലോസ് ചെയ്യലാണ്. അതുപോലെ കിച്ചണിലും വന്നിട്ട് Bye. നാട്ടിലേക്ക് പോട്ടെ. നാട്ടിലേക്ക് പോവാം. Bye. ഇതൊക്കെ ഫ്ലൈറ്റിന് കട കൊടുക്കുന്നു. അങ്ങനെ ഇതാ പിന്നെ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്നത് ഇതാ ദുബായ് എയർപോർട്ടിൽ നിന്നാണ്, ടെർമിനൽ 1 നിന്ന്. ഇപ്പോൾ ഇതാ ഇറങ്ങിയിട്ടുള്ള ടൈം 8:30 ഒക്കെ കഴിഞ്ഞാണ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ ഫ്ലൈറ്റ് വന്നിട്ട് 12:45-നാണ്. അപ്പോൾ പിന്നെ ദുബായ്ക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ട്രാഫിക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. അവിടെ എത്താൻ തന്നെ ചിലപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും 1 മണിക്കൂർ ലേറ്റ് ആവും കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയതാണ്. പിന്നെ ഇതാ എയർപോർട്ടിലെത്തി. പിന്നെ ഇതാ ഇവിടെ എത്തിയാൽ പിന്നെ എപ്പോഴും ഉള്ളതാണ്ട് ഒരു ടെൻഷനാണ്. പ്രത്യേകിച്ച് ഇതാ ലഗേജും ഇതൊക്കെ നോക്കുന്ന ടൈമിൽ കേട്ടോ. ഇനിയിപ്പോൾ വെയിറ്റ് കൂടുതലാവോ കുറവാവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. പക്ഷെ കുറവായാലും കുഴപ്പമില്ല, കൂടുതലാവോ എന്നുള്ളൊരു ടെൻഷനാണ്. അതിനിപ്പോൾ എത്ര റൂമിൽ ഓക്കെ ആക്കി കൊടുത്താലും ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പം വരുമോ അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടിയാലുണ്ട് ഒരു സമാധാനം. അങ്ങനെ പിന്നെ ഇതാ നമ്മളിത് അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആക്കണം. ലഗേജിനൊന്നും ഒരു കുഴപ്പമില്ല, ഒക്കെ വെയിറ്റൊന്നും കൂടുതലൊന്നുമില്ല. അങ്ങനെ ഇതാ പിന്നെ അതൊക്കെ നോക്കിയിട്ട് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ നേരെ മെട്രോയിൽ പോലാണ് ഫ്ലൈറ്റ് കയറാനായിട്ട്. അങ്ങനെ ഇതാ പിന്നെ മെട്രോ എന്നൊക്കെ ഇറങ്ങിയിട്ട് ഇതാ പിന്നെ സമാധാനമായിട്ട് ഇരിക്കലാണ് കേട്ടോ. പാസ്പോർട്ടും അതുപോലെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയാൽ തന്നെ ഒരു ഇതാണല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇതാ നാട്ടിലുള്ളവരിങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അങ്ങനെ പിന്നെ ഇതാ അതൊക്കെ വേണ്ടിയിട്ട് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തിക്കണം. പിന്നെ ഇതാ ഈ ഒരു വെയിറ്റ് ചെയ്യലാണ് കേട്ടോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുക. ഒരു 2-3 മണിക്കൂറോളം ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ ഫ്ലൈറ്റ്. അതൊരു വല്ലാത്തൊരു തന്നെയാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും അതൊരു ബോറടി തന്നെ ആവും എന്നറിയാം. അപ്പോൾ പിന്നെ അവർക്ക് ഞാൻ കളറിംഗ് ബുക്കും അതുപോലെ പെൻസിലും കളേഴ്സൊക്കെ ഇങ്ങനെ കൊടുന്നിരുന്നിട്ടാണ്. അങ്ങനെ പിന്നെ ഓരങ്ങനെ കുറച്ച് ടൈം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് അതുകൊണ്ടൊക്കെ ഇങ്ങനെ കളറിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് അത്രയ്ക്കൊരു ബോറടി ഒന്നും ഇല്ലായിരുന്നിട്ടാ. പിന്നെ ഇതാ ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഞാനിതാ ബാത്റൂമിലൊക്കെ വന്ന് മക്കളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി. അപ്പോൾ പിന്നെ വലിയ മിറർ കണ്ടാൽ പിന്നെ നമുക്ക് കുറച്ച് സെൽഫീസും അതുപോലെ അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനൊരു രസമല്ലേ. അപ്പോൾ ബാത്റൂമിൻ്റെ അവിടെ വന്നാണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നിട്ടാ. അങ്ങനെ ഇതാ പിന്നെ വെയിറ്റ് ചെയ്യലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇനിയിപ്പോൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകലാണ്. അപ്പോൾ പിന്നെ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. പ്രത്യേകിച്ചുണ്ടായി ഈ ഒരു പ്രാവശ്യം പോകുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ നിന്നുകണ്ട. 1.5 വർഷത്തോളം നിന്നപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് പോകാപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. നാട്ടിലുള്ളവരൊക്കെ കാണാമല്ലോ, ആ ഒരു സന്തോഷം വേറെ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതാ കൂടെ കുഞ്ഞാണിയും കൂടി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കൂടുതലൊരു സന്തോഷം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു ടെൻഷൻ തന്നെയാണ് കേട്ടോ. എപ്പോഴാണെങ്കിലും ഒരു ടെൻഷൻ തന്നെയാണ്. കുഞ്ഞാണിയും കൂടെ ഉണ്ടായപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിലും സന്തോഷം തന്നെ കേട്ടോ. ഹാപ്പിക്കൊന്നും കുറവില്ല. കാരണം നമുക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാമല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം വേറെ തന്നെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും രണ്ടും ഒരു വേറെ തന്നെയാണ്. അങ്ങനത്തെ പിന്നെ നമ്മൾ UAE ഇവിടെ പറയാണ്. ഇനിയിപ്പോൾ നേരെ നാട്ടിൽ പോകലാണ് 2 മാസം ഇൻഷാ അല്ലാഹ്.
ഫ്ലൈറ്റിലൊക്കെ കയറി കുറച്ച് ടൈം കഴിഞ്ഞേക്കണം എന്താ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് രണ്ടാളിതാ പിന്നെ രാവിലെ കയറിയിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, കുറച്ച് പാല് മാത്രം കുടിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ പിന്നെ ഇതാ ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ രണ്ടാളിതാ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്ന് പിന്നെ നല്ലോണം ഉറങ്ങിയിരിക്കണം. പിന്നെ ഞാനും നല്ലോണം ഉറങ്ങിയിരിക്കുന്നു കേട്ടോ. തലേ ദിവസം നേരം വൈകി കിടക്കലും രാവിലെ നേരത്തെ എണീക്കലും അങ്ങനെ എല്ലാം കൂടിയിട്ട് ഭയങ്കര ഒരു ടയർഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി സാധാരണ ഞാനങ്ങനെ ഉറങ്ങലില്ല, പക്ഷേ ഭയങ്കര ഒരു ടയർഡായ പോലെ തോന്നിയപ്പോൾ ഇങ്ങനെ കിടന്ന പാടെ ഉറങ്ങിയിരിക്കണം. പിന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നാട്ടിൽ ലാൻഡ് ചെയ്ത പോലെ തോന്നിയ. പിന്നെ നമ്മളെ നാട്ടിലിങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ഭയങ്കര രസമാണല്ലോ ഇങ്ങനെ കാണാനായിട്ട്. ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ലാൻഡ് ചെയ്യുന്ന ടൈം ഒരു വല്ലാത്തൊരു ഫീലാണല്ലോ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മഴൻ്റെ ഒക്കെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര രസമായിട്ട് കാണാനായിട്ട്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി. Ladies and gentlemen, Calicut Airport में आपका स्वागत है। इस समय बाहर का तापमान 23 डिग्री सेल्सियस है। आप मोबाइल फोन का इस्तेमाल कर सकते हैं। अपनी सुरक्षा के लिए सीट बेल्ट साइन बांधने की शाम शुभ हो। जय हिंद। Welcome to Calicut Airport. The temperature outside is 23 degrees Celsius. You may now use your mobile phone. For your own safety, please remain seated with your seat belts fastened until the seat belt signs are switched off. ഇനിയിപ്പോൾ ലഗേജൊക്കെ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ കുറച്ച് കിട്ടിക്കണേ, ഇനിയും കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാണ്. അങ്ങനെ പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ നേരെ പുറത്തിറങ്ങലാണ്. അപ്പോൾ ഞങ്ങൾ കൂട്ടാനായിട്ട് വന്നിട്ടുള്ളത് കുഞ്ഞാൻ്റെ ബ്രദേഴ്സാണ്. കാക്കയും അനിയനും കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനത്തെ പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ കാക്കാൻ്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അനിയൻ്റെ വണ്ടിയിലാണ് ലഗേജും കാര്യങ്ങളൊക്കെ അങ്ങനെ വെക്കുന്നത്. അങ്ങനെ പിന്നെ വേറെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടൊന്നുമില്ലായിരുന്നു കൂട്ടാനായിട്ട്. ഉപ്പാക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സുഖമില്ലാതായപ്പോൾ ഉപ്പ പിന്നെ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ പിന്നെ ഉമ്മയും ഉപ്പൊക്കെ പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും കൂടി ഒന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ കൂട്ടാനായിട്ട്. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ ഇട്ട് അനിയൻ്റെ നേരെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ പിന്നെ ഉപ്പാൻ്റെ അടുത്തേക്കൊക്കെ പോയി ഉപ്പാനൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ ഇറങ്ങിയ ടൈമിലാണെങ്കിലോ ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് കാക്കാൻ്റെ വീട്ടിലേക്കാണ്. ഉപ്പയുമ്മൊക്കെ പിന്നെ ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലേക്കല്ല കേട്ടോ പോയിട്ടുള്ളത്, തറവാട്ടിലേക്ക്. ഇവിടെയാണ് എല്ലാവരും ഉള്ളത്. കുട്ടികളൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കലായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ എത്താനും കുറച്ച് ലേറ്റായി പോയി. ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോയിക്കണം. അങ്ങനെ പിന്നെ വന്നപാട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഇരിക്കലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുട്ടികളൊക്കെ ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കലായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നാലും ഉമ്മിപ്പൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര കുറവ് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു രസമില്ലായിരുന്നു. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഉമ്മിപ്പൊക്കെ വന്നതിന് ശേഷമുള്ള പെട്ടുപൊളിക്കലും അതുപോലെ നാട്ടിലെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വ്ലോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.